Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതങ്ങ് ചിന്തിച്ച് കാട് കയറി പോകുന്ന ഒരു അവസ്ഥയാണ്. ഒരു പക്ഷെ ഇതൊരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒന്നുമല്ല. പല ആളുകളും എല്ലായ്പ്പോഴും ചില സിറ്റുവേഷൻസിലെങ്കിലും ഒക്കെ ഓവർ തിങ്കിങ്ങിൽ പെടാറുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി കോൺഷ്യസ് ആയിട്ട് നമുക്കതിൽ നിന്നും ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തു കടക്കാനും സാധിക്കും. സോ നമ്മളൊരു ഓവർ തിങ്കിങ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു കടക്കാൻ സാധിക്കുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാത്രമല്ല, അതായത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ആ സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പെടും. അതായത് ഒരു ജോബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ജോബിനെ കുറിച്ച് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ പലപ്പോഴും ഏറെക്കുറെ എല്ലാ ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ പാടെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതെന്റെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തീർന്നു, ഇങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ കോൺഷ്യസ് ആയി നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ബിയോണ്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്കതിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഇത് സ്ട്രെസ്ഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് വളരെ ആങ്ഷ്യസ് ആയി പോവും, അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരുപാട് ടെൻഷൻ കൂടുക, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ കൂടി വരുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു ടെൻഷൻ ആയിട്ടുള്ള അവസ്ഥയിലൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ആ ഒരു ബ്രീത്തിങ് പറയുന്നത് വളരെ ഇറഗുലർ ആയിരിക്കും. കാരണം നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വളരെ കാമായിട്ട് വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതൊന്നും ചെയ്ത് അത്ര കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ബ്രീത്തിങ് ചെയ്യാന്നുള്ളത് തന്നെ വളരെ ഡീപ്പായിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യാം. തേർഡ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. കാരണം ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇന്നിങ്ങനെയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എനിക്ക് നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ള സാധ്യത ഈ ഒരു സ്റ്റേജിൽ കൂടുതലാണ്. നോ, അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രവൃത്തി നമ്മുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചത് കൊണ്ട് ആയിരിക്കും നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷെ പിന്നീട് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തോന്നും അന്ന് അതങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് പാസ്റ്റിലെ കാര്യമാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ട് ഉണ്ടായിരിക്കും, നമ്മുടെ അന്നത്തെ ആ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗ്രാജുവൽ ഒരു മാറ്റം വരും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ട് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് ഞാൻ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഓവർ തിങ്കിങ് വരുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഹാപ്പൻഡ്, അത് സംഭവിച്ചു കഴിഞ്ഞു. അതെ, പല സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള പല ഫാക്ടേഴ്സിന്റെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് കാരണമായിരിക്കും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ, നമുക്കത് മാറ്റാൻ പറ്റും. നമ്മൾ ഓൾറെഡി റെഡിയാണ് ടു ചേഞ്ച്. അതുകൊണ്ട് തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത കൂടുതലായിരിക്കും. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കുക, കുഴപ്പമില്ല, നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു കോൺഷ്യസ് തോട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്
ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ്, നമുക്ക് ഈ ഓവർ തിങ്കിങ് വരുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചായിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ഗോൾസിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പല കാര്യങ്ങളിലായിരിക്കാം. ചിലപ്പോൾ ഫിനാൻസ് മാറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാറ്റർ ആയിരിക്കാം, വോട്ടെവർ നമ്മുടെ ലൈഫിലെ മറ്റ് പല എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമുക്ക് ഇങ്ങനെ ഓവർ തിങ്കിങ് വന്നിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ള ഓരോ ആളുകളുടെ ലൈഫ് കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അത് വിഷ്വലിയാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിത് കൂടെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു ആപ്പ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് വരുന്നത്. അതായത് ചില ആളുകളുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാം കൂടുതൽ ടൈം ഉപയോഗിക്കുന്നു, എന്നിട്ട് പിന്നീട് തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ, ഒന്നും ചെയ്തില്ല. അതായിരിക്കും ആ ഒരു തോട്ടിലായിരിക്കും പിന്നീട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനെ കുറിച്ചാണ് ഓവർ തിങ്കിങ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഓവർ തിങ്കിങ് നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ് വരുന്നത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം, അല്ലെങ്കിൽ നമ്മളത് നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇനി ഇതേപോലെ തന്നെയാണ്, ഇനി സോഷ്യൽ മീഡിയ വഴിയല്ല, നിങ്ങളുടെ റിയൽ ലൈഫിൽ, പ്രസന്റ് ലൈഫിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ചില സംഭവങ്ങളായിരിക്കാം, വോട്ടെവർ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഓവർ തിങ്കിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കേണ്ടത്. ഒരു പക്ഷേ ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അങ്ങ് നെഗറ്റീവായി പോകുന്ന ആളുകളുണ്ട്. അതായത് നമ്മുടെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, വളരെ കറക്റ്റായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിയുന്ന ആളുകളും നമുക്ക് ചുറ്റുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന, നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവരോടുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു മെന്റലി നിങ്ങൾ വീക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്താണോ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത് ആ ഫാക്ടർ ഫൈൻഡ് ചെയ്യുക, അതിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈനൽ 1, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അത് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. അതായത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫൈൻഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ഡൗൺ ചെയ്യുക. റൈറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി അത് ബിലീവബിലിറ്റി വരും എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ, ഫേം ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, സ്കില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പം അത് മൈൻഡിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഓർമ്മിക്കുക, അതൊരു നോട്ടിലേക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാ കാര്യത്തിനും പ്രാക്ടീസിലൂടെയാണ് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്